ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള ഒരു പ്രധാന കാരണം ചെറിയത്ത് വർഗീസ് തലൂർ പാലിയേക്കര ഫ്ലൈ ഓവറിൻ്റെ തൊട്ടടുത്താണ് ഇവരുടെ വീട്. തലൂർ പിന്നെ ചെറിയത്ത് വർഗീസിൻ്റെ മകൾ കുഞ്ഞുമോള് ആളുടെ വൈഫാണ്. പിന്നെ ഇദ്ദേഹം സാമൂഹിക പ്രവർത്തകൻ മുകുന്ദൻ വെൽഫെയർ പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ അതെ, ആ ഷൈനി 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 ആ അങ്ങയുടെ മകള് കുഞ്ഞുമോള് TK മുകുന്ദൻ. പറയും. ഞാൻ കേരള സംഘടിത വിമോചന പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സാധ്യത പറയും. വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് ഉണ്ട്. അല്ല, ആള് ഷാദിഖാൻ. എന്റെ പേര് ജോൺസൺ പുല്ലുത്തി, HRPMന്റെ പ്രവർത്തകനാണ്. ചുരുക്കി പറയാം, ഇവര് 94 അല്ല 94 23.5 സെന്റ് സ്ഥലം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പണയപ്പെടുത്തി. പക്ഷെ 2 വർഷത്തിനുള്ളിൽ ഈ കുടിശ്ശിക ഒരു അടയ്ക്കാൻ പറ്റാതെ കുടിശ്ശിക വന്നു. ഈ കുടിശ്ശിക വന്ന 2 വർഷത്തിനുള്ളിൽ തന്നെ ബാങ്ക് 23.5 സെന്റ് ഭൂമിയും ഈ അന്നെടുത്തത് 2,36,000 രൂപ എടുത്തതിന് 23 സെന്റ് സ്ഥലം ജപ്തി ചെയ്യാനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ കോടതിയിൽ കിട്ടി. അതുമായി ബന്ധപ്പെട്ട് അന്ന് ഒരുപാട് ഒച്ചപ്പാടും ബഹളം കാര്യങ്ങളും ഇതുപോലെ പ്രതിഷേധ സമരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവസാനം ബാങ്കും കോടതിയുടെ പ്രതിനിധികളും എല്ലാവരും ചേർന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിരുന്നു. ആ ഒത്തുതീർപ്പ് ഇപ്പോഴും കോടതിക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കോടതിക്കല്ല, ബാങ്കിന് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഇതിലെ ഏറ്റവും വലിയൊരു ഇപ്പോ പ്രശ്നമായിട്ടിരിക്കുന്നത് 23.5 സെന്റ് സ്ഥലം 94 2,30,000 രൂപയ്ക്ക് ബാങ്കിൽ പണയപ്പെടുത്തിയതിനു ശേഷം 2ാമത്തെ വർഷത്തിൽ കേസും കാര്യങ്ങളും വരുന്നു. അതുമ്പോൾ വീണ്ടും ഒരു ഒത്തുതീർപ്പുണ്ടാവണു. ഈ കാലയളവില്, ഈ നടപടിക്രമം നടക്കുന്ന കാലയളവില് ഇതേ സ്ഥലത്തിൽ നിന്ന് ഏകദേശം 7 സെന്റ് ഭൂമിയോളം വരുന്ന ഈ ഭൂമിയുടെ തുടക്കം തൊട്ട് ലാസ്റ്റ് ഒരു ഫൈനാൻസിന്റെ ഏതൊരു ഫൈനാൻസിന്റെ കെയറോപ്പില്, അത് പറയാൻ അറിയില്ല അല്ലെ, കെയറോപ്പില് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലേക്ക് വഴി 4 മീറ്റർ വീതിയിൽ വെട്ടിയിരിക്കുകയാണ്. ഈ വഴി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അനുവാദത്തോടെ കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. അത് കൊടുക്കാൻ പഞ്ചാബ് നാഷണൽ ബാങ്കിന് യാതൊരു അധികാരമില്ല. കാരണം ഈ സ്ഥലം ഇരിക്കുന്നത് ചെറിയത്ത് വർഗീസിന്റെ പേരിലാണ്. അങ്ങനെ ഒരു സ്ഥലം പണയപ്പെടുത്തി അതിന് മുകളിൽ വിവാദങ്ങളും പ്രശ്നങ്ങളും സമരം ഒരു ഒത്തുതീർപ്പും നടന്ന് അതിന്റെ മറ്റു കാര്യങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടുള്ളത് നടപ്പിലാക്കാൻ ബാങ്കിന് ഇതുവരെ സമയം കിട്ടിയില്ല, ബാങ്ക് തയ്യാറായിട്ടില്ല. ഇങ്ങനത്തെ ഒരു കാലയളവില് ഈ ഇത്രയും സ്ഥലം 4 മീറ്റർ വീതി വഴി ഏകദേശം 4 സെന്റ് ഭൂമിയോളം എങ്ങനെയാണ് ഈ പാർട്ടിക്ക് കൊടുക്കാൻ പഞ്ചാബ് നാഷണൽ ബാങ്കിന് കഴിഞ്ഞെന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. ബാക്കി വിശദമായ കാര്യങ്ങൾ മുകുന്ദനും അതുപോലെ തന്നെ കുഞ്ഞുമോളും ഇവരെല്ലാവരും കൃത്യമായിട്ട് പറയും. ബഹുമാന്യരെ, ഇവിടെ ഒരു 1994 കാലഘട്ടത്തില് ബാങ്കിൽ നിന്ന് എന്റെ പപ്പ വർഗീസ് എന്ന് പറയുന്ന ആള് 2,30,000 രൂപ 23.5 സെന്റ് ഭൂമി പണയം വെച്ച് പൈസ ബേക്കറി ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. ബേക്കറി 100 പൊട്ടി നഷ്ടം വന്നു. അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോ പൈസ അടയ്ക്കാൻ മാർഗമില്ലാണ്ടായപ്പോ ബാങ്കുകാര് 96 അവരുടെ പേരിൽ ഭൂമി പൊസഷനും കൈവശം ഒക്കെ അവരെടുത്തു. രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. 96 ബാങ്കിന്റെ കൈവശത്തിലിരിക്കുന്ന ഭൂമിയില് 2000 അവിടുന്ന് അവർ നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിക്കാൻ അവര് പോലീസിനെ കൊണ്ടുവരുന്നു, ആമീനെ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ പൊസിഷനിലുള്ള ഭൂമിയാണ്. 11 വർഷത്തോളം ആ ഭൂമിയിൽ ഞങ്ങളുടെ കരണ്ട് കട്ട് ചെയ്തു. ഒരുപാട് അന്യായങ്ങള് ഞങ്ങൾക്ക് ബാങ്കിന്റെ ഭാഗത്ത് നേരിടേണ്ടി വന്നതും ഞങ്ങള് എല്ലാവരുടെ സഹായം കൊണ്ട് പിടിച്ചു നിന്നു എന്നുള്ളതും, അതുപോലെ പോലീസ് അധികാരികളുടെ ആയാലും രാഷ്ട്രീയ പ്രമുഖരിൽ എല്ലാവരും സഹായം കൊണ്ട് ഞങ്ങൾ പിടിച്ചു നിന്നു എന്നുള്ളത് വളരെ ഒരു പകൽ വെളിച്ചം പോലുള്ള സത്യമാണ്. വളരെയധികം ഗുണ്ടാ ആക്രമണങ്ങൾ, വീട് പൊളിക്കുക, മതിൽ പൊളിക്കുക, ഗുണ്ടാ സംഘം വരെ ആക്രമിക്കുക, നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക, SP-നെ വിളിക്കുക, കളക്ടറെ വിളിക്കുക. ആകെ നിങ്ങൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം. ആ ഭൂമിനെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു സത്യം, പകൽ സത്യമാണ്. ഇങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ 2018, 2019 കാലഘട്ടത്തില് ബാങ്കുകാര് വലിയ ഫോഴ്സായിട്ട് ഞങ്ങൾ ഇറക്കാൻ വരുന്ന സമയത്ത് ഞങ്ങള് സംഘടനകളും എല്ലാവരും ചേർന്ന് സമരം ചെയ്യാൻ സമരമുഖം തീർക്കുകയും അങ്ങനെ സർഫാസി സംഘടന എല്ലാ പ്രമുഖരും ഇതിൽ ഇടപെടുകയും
അങ്ങനെ ഹൈക്കോടതി തന്നെ ഇതില് ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചില് ബാങ്ക് സെറ്റിൽമെന്റിന് തയ്യാറാവുകയും ഈ വിഷയം പരിഹരിക്കുകയും ചെയ്തതാണ്. 23.5 സെന്റ് ഭൂമി ബാങ്ക് അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് എത്ര തുക കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ബാങ്ക് ആദ്യമൊന്നും സമ്മതിച്ചില്ല. എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളാണ്. ബാങ്ക് സമ്മതിച്ചില്ല. ലാസ്റ്റ് ഹൈക്കോടതിയിൽ അവരൊരു എമൗണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 30 ലക്ഷം രൂപ 20% പലിശ, 2,30,000 രൂപ ലോൺ എടുത്ത കേസിൽ 30 ലക്ഷം രൂപ ഞങ്ങൾക്ക് പൈസ വേണം, അതിന് 20% പലിശ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു. ശരി, കോടതി പറഞ്ഞു ശരി നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ക്യാഷ് മേടിക്കുക. അപ്പോൾ ക്യാഷ് പെട്ടെന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. കോടതി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആ തുകയ്ക്ക് തത്രുതമായ ഒരു അനുകൂലമായ ഒരു ഭൂമി അളന്നെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാങ്ക് വീടിന്റെ വീടിന്റെ ഫ്രണ്ട് ഭൂമി ഒരു 5.25 സെന്റ് ഭൂമി ബാങ്ക് അളന്നെടുത്തു. മാത്രല്ല 10 ലക്ഷം രൂപ ബാങ്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു. ഇങ്ങനെ കാര്യം സെറ്റിൽമെന്റ് ആയതാണ്. അപ്പൊ 23.5 സെന്റ് ഭൂമിയിൽ ബാങ്കിന്റെ കയ്യിൽ 5.25 സെന്റ് ഭൂമി അവർ ഇപ്പോ ഓണർഷിപ്പും പൊസഷനും വീണ്ടും അവരെടുത്തു. 10 ലക്ഷം രൂപ കൈപ്പറ്റി. നീതി 17.25 സെന്റ് ഭൂമി ഞങ്ങൾക്ക് തരേണ്ടത്, ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് ഈ നിമിഷം വரைക്കും ബാങ്ക് തരാൻ തയ്യാറായിട്ടില്ല. 7 വർഷമായി ഈ കേസ് സെറ്റിൽമെന്റ് ആയിട്ട്. ബാങ്കിനോട് ഞങ്ങൾ ചോദിക്കും ഞങ്ങളുടെ ആധാരം എന്തായോ, അത് ഇവിടെ പുതുക്കാട് ബ്രാഞ്ചിൽ വെച്ചാൽ പറയും സർക്കിൾ ഓഫീസിലാണ്, സർക്കിൾ ഓഫീസിൽ വെച്ചാൽ പറയും കോടതിയിലാണ്, കോടതിയിൽ ബാങ്ക് പറയും അത് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, അത് ഇങ്ങനെ നീട്ടി 7 വർഷത്തോളം നീട്ടി. അപ്പോഴും നമ്മൾ ഈ സമരമുഖത്ത് 2018-19 കാലഘട്ടത്തിൽ നമ്മൾ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ബാങ്കും ബ്ലേഡ് മാഫിയയും കൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ അരങ്ങേറിയതാണെന്നും ഇത് ഞങ്ങൾ അന്ന് തൊട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പകൽ വെളിച്ചം പോലൊരു രംഗാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതായത് ഞങ്ങൾ അന്നും പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഇപ്പൊ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇപ്പൊ ആ ഭൂമിക്ക് 2012 ബാങ്ക് 4 മീറ്റർ വഴി അനുവദിച്ചുകൊണ്ട് ഏകദേശം 7 സെന്റ് ഭൂമിയോളം ഈ 23.5 സെന്റ് ഭൂമിയുടെ പുറകുവശത്തുള്ള 9.5 സെന്റ് ഭൂമിക്ക് വഴിയാക്കി ബാങ്ക് കൊടുത്തു എന്നാണ് ആ അന്യായക്കാരൻ പറയുന്നത്. അപ്പൊ ബാങ്കിനോട് നമ്മൾ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമിന്ന് പിൻവശത്ത് ബാക്കിലുള്ള ഭൂമിക്കാരന് എങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും? ഞങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷെ അവരുടെ ആധാരത്തില് അങ്ങനെ അവർ കാണിക്കുന്നുണ്ടല്ലോ, 4 മീറ്റർ വഴി ബാങ്കിന്റെ സ്ഥലത്ത് നിന്നും ഏകദേശം 7 സെന്റ് ഭൂമി അവർക്ക് കിട്ടിയതായിട്ട് അവർ ആധാരത്തിൽ കാണിക്കണ്ടല്ലോ. അത് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ബാങ്ക് പറയുന്ന മറുപടി എന്താണെന്നറിയോ? അത് ഭയങ്കര വിചിത്രമാണ്. 23.5 സെന്റ് ഭൂമി നിങ്ങൾ പണയം വെച്ചതും ഞങ്ങൾ പൊസഷൻ എടുത്തൊക്കെ സമ്മതിച്ചു, എല്ലാം ശരി. നമ്മൾ 2019 എല്ലാം സെറ്റിൽമെന്റ് ചെയ്തതാണല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് 5.25 സെന്റ് ഭൂമിനെ മാത്രം അറിയുള്ളൂ. ബാക്കിയുള്ള 17.25 സെന്റ് ഭൂമിയിൽ എന്ത് പ്രശ്നം വന്നാലും പഞ്ചാബ് നാഷണൽ ബാങ്കിന് ബാധകമില്ല. അത് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മേടിച്ചോ, നിങ്ങളുടെ ഭൂമിയാണ്. ആധാരം ചോദിച്ചാൽ ആധാരവും തരില്ല. 4 അതില് വ്യക്തമായിട്ടുള്ള ആധാരത്തില് 7 സെന്റ് ഭൂമി എങ്ങനെ ബാങ്ക് ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പൊ അവര് പോസ്റ്റ് ഇടാനും കമ്പിവേലി കെട്ടാനൊക്കെ അവര് വന്നു. ഞങ്ങൾ ഈ ആവശ്യം ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ ഒരു പ്രാവശ്യം പോലീസുകാർ പറഞ്ഞു, ഇപ്പൊ ശരി ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇപ്പൊ ആമിനെ കൊണ്ടുവന്ന് കെട്ടാൻ വന്നു, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ ബാങ്കിന് കൊടുക്കാൻ പറ്റും? ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിന്ന് ബാങ്കിന് എങ്ങനെ 7 സെന്റ് ഭൂമി വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ പോയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പോലീസ് വലിയ ഫോഴ്സ് ആയിട്ട് വരുന്നൊക്കെ പറയണേ. പക്ഷേ ഇവര് കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്രയും കാലഘട്ടം ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ ഉണ്ടായപ്പോഴും ഞങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ വീടാണ് പൊളിക്കണേ, ഇന്ന ആളുകൾ വന്ന് ഞങ്ങൾ ആക്രമിക്കുന്നു, വടിവാള് കൊണ്ടുവരുന്നു, കൊട്ടേഷൻ വരുന്നു, ദേ അവിടുന്ന് പോലീസുകാരെ വിളിക്കുന്നു, അവര് വരുന്നു, എല്ലാം സ്റ്റോപ്പ് ചെയ്യണു. എങ്ങനെയൊക്കെ നമ്മൾ കോടതിയിൽ പോയാലും കോടതി ചോദിക്കും ഭൂമി ആരുടെയാ? ബാങ്ക് കയറി നിൽക്കും. ബാങ്കിന്റെ വക്കീൽ പറയും ഭൂമി ഞങ്ങളുടെയാണ്. അപ്പൊ ഇവരാരാ? ഇവര് അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകളാണെന്ന് ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ എന്തൊക്കെ പ്രശ്നങ്ങളും ഇവരെന്തൊക്കെ ഉണ്ടാക്കിയാലും ഈ ബാങ്ക് ഇവർക്ക് കൂട്ടു നിന്നുകൊണ്ട് ആ എതിർകക്ഷി അവർക്ക് അനുകൂല വിധി നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെ അത്രയും ഇത് കാട്ടിയ ബാങ്ക് എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല ഞങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഭൂമിയാണ്? അപ്പോ ഞങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ഭൂമിയിൽ നിങ്ങൾ എങ്ങനെയാ എടുക്കാൻ, എന്തുകൊണ്ട് അവര് പറയാത്ത? എത്ര തിടുക്കത്തിൽ അവര് കട്ടാക്കി, അവര് ഞങ്ങളുടെ കറണ്ട് കട്ടാക്കി, ഞങ്ങൾ ഇത്രമാത്രം ദ്രോഹങ്ങളൊക്കെ ചെയ്തു. മുകുന്ദേട്ടൻ പറയും. ഇവിടെ നേതൃത്വത്തില് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് ഇതില് 18 ആ ഒരു വർഷം സർപ്പാസി വിരുദ്ധ ജനിക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലൂടെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ വലിയ സമരം നടത്തിയിട്ടാണ് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന എല്ലാ പരാതികളും തള്ളുകയും കേരളത്തിലെ എല്ലാ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുന്നിലും ഞങ്ങൾ ശക്തമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്
ഹൈക്കോടതി അവസാനം കേസെടുക്കുന്നതും അങ്ങനെ 2019 ഇത് സെറ്റിൽമെന്റ് ആകുന്നത്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ഈ പത്രസമ്മേളനം നടത്താനും ഞങ്ങളിതിൽ ഇടപെടുന്നതും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആ കാലഘട്ടത്തിൽ തന്നെ, അന്ന് ഈ കുഞ്ഞുമോൾക്ക് 10 വയസ്സ് പ്രായത്തിലാണ് ഈ വർഗീസ് മാഷൊക്കെ മരിക്കുന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് അറിയപ്പെട്ടൊരു മാഷാണ്, ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. ഈ കുടുംബത്തെ ഏറ്റവും ക്രൂരമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അത് എല്ലാ പത്രക്കാർക്കൊക്കെ അറിയാം പുൽക്കാട് മേഖലയിൽ. ഞങ്ങളിപ്പോൾ ഇത് പത്രസമ്മേളനം നടത്തുന്നതിൽ ഞങ്ങളുടെ 2 കാര്യം ഇതാണ്. ഒന്ന്, 94 മുതൽ ഈ നിമിഷം വരെ 23.5 സെന്റ് സ്ഥലത്തിന്റെ പ്രമാണം ഇരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കൈവശത്തിലാണ്. ആ 23.5 സെന്റ് ഭൂമിയിൽ ഒരു പുതിയ സ്വകാര്യ വ്യക്തി മാഷക്ക് വേറെ 9.5 സെന്റ് സ്ഥലം ഈ ഭൂമിക്ക് പിറകിലുള്ള സ്ഥലത്തിലേക്ക് ഈ 23.5 സെന്റ് ഭൂമിയിൽ നിന്ന് 4 മീറ്റർ വീതിയിൽ ഏകദേശം 7 സെന്റ് സ്ഥലം പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ സ്വകാര്യ വ്യക്തിക്ക് വിറ്റിരിക്കുന്നു എന്നാണ് ഞങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു ആരോപണം. കാരണം ഈ സ്വകാര്യ വ്യക്തിക്ക് കോടതി ഉത്തരവ് പ്രകാരം ഇവരുടെ മുൻ അത് ബ്ലേഡ് വിഷയം ഇതൊക്കെ, പക്ഷെ അവരുടെ കൈവശത്തിൽ രേഖയുള്ളത് കൊണ്ട് 9.5 സെന്റ് ഭൂമിക്കകത്ത് ഹൈവേയിൽ നിന്ന് 4 മീറ്റർ വീതിയിൽ ഏകദേശം 7 സെന്റ് ഭൂമി ബാങ്കിന്റെ കയ്യിലിരിക്കുന്ന പ്രമാണം രജിസ്റ്റർ കൊടുത്തു. ഹൈക്കോടതി വിധി പ്രകാരം പോലീസിന് ഉപയോഗിച്ചും അതിൽ കെട്ടാൻ വന്നപ്പോഴാണ് ഇവർ തടഞ്ഞത്. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുക. അത് ബാങ്കിന് അധികാരമുണ്ടോ? ബാങ്കിന്റെ കൈവശത്തിലിരിക്കുന്നു, ഇതുവരെ ഇവർക്ക് കൊടുത്തിട്ടില്ല. ഹൈക്കോടതി 19 ഹൈക്കോടതി ഉത്തരവ് പ്രകാരം, ഹൈക്കോടതി ഉത്തരവിന്റെ കോപ്പിയാണത്. ഞങ്ങളിത് മലയാളത്തിൽ ഇത് തർജ്ജമ ചെയ്ത് ഞങ്ങൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 19 ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉത്തരവാണ്. ഇവരേന്ന് 10 ലക്ഷം രൂപ കൈപ്പറ്റുകയും 5.25 സെന്റ് സ്ഥലം ഇവരിൽ നിന്ന് ഇതുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് നാളെ രാവിലെ 10 മണി മുതൽ 5 മണി വരെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുന്നിൽ ഈ കുഞ്ഞുമോള് നിരാഹാര സമരം ആരംഭിക്കുകയാണ്. ഒരൊറ്റ ദിവസം അല്ല 10 മണി മുതൽ 5 മണി വരെ. കേരളത്തില് മുൻകാല ഈ സമരത്തെ ഇവരെ പിന്തുണച്ച ആളുകളൊക്കെ പങ്കെടുക്കും. കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്യും. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാറ് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ സംഘടനകളുടെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ ബാങ്കിനെ കേരളത്തിൽ ശക്തമായ സമരത്തിന് ഒരു മുന്നറിയിപ്പാണ് നാളെ നടക്കുന്ന ഈ റിലേ നിരാഹാര സമരം. അതിൽ പത്രക്കാരുടെ ഒരു ഇടപെടൽ ഉണ്ടാകണം. അതിലൊരു വിഷയം കൂടി, ഇവരുടെ മകള് വിവാഹം കഴിച്ചിട്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പോലും അനുമതി തന്നില്ല. കാരണം പഞ്ചായത്ത് പറഞ്ഞത് മിശ്രവാദാണ്, ഈ പെൺകുട്ടിക്ക് ആ വീട്ടിൽ താമസിക്കുന്നത് രേഖയില്ല. റേഷൻ കാർഡൊക്കെ ഉണ്ട്, പക്ഷെ പഞ്ചായത്ത് അനുവദിച്ചിട്ടില്ല. അപ്പൊ ആ വിഷയം ഞങ്ങൾ ഇതിൽ നാളെ ഇത് കഴിഞ്ഞിട്ട് ബാങ്കിലും പഞ്ചായത്തിലൊക്കെ പോകുന്നുണ്ട്. ആ വിഷയം കൂടി പത്രമാധ്യമങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നു. സമീപിച്ചിട്ടുണ്ട്. കോടതിക്ക് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് വരുന്നില്ല, ആധാരം തരുന്നില്ല. അവര് കുറെ കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ അതിലത്തെ ഒരു കള്ളത്തരാണ് ഇപ്പൊ ഈ പുറത്തേക്ക് വന്നാണ്. 7 സെന്റ് ഭൂമി, 23.5 സെന്റ് ഭൂമിയിൽ 5.25 സെന്റ് ഭൂമി എടുത്ത് 10 ലക്ഷം പേര് സെറ്റിൽമെന്റ് ആയ കേസില് 17.25 സെന്റ് ഞങ്ങൾക്ക് തരേണ്ട വസ്തുവിലാണ് അവർ 7 സെന്റ് ഭൂമി വേറൊരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. അവരെ ചോദ്യേ കോടതി ലക്ഷ്യമായിട്ട് നീങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ പോയിട്ടില്ല. വക്കീലിന് ഇപ്പൊ നമ്മള് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ഞങ്ങൾക്ക് ഭൂമി തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതെ അതെ. നമ്മള് ബാങ്കിനോട് പറയുന്നുണ്ട് ആധാരം ഞങ്ങൾക്ക് തായോ. അവര് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദിച്ച പറയും സർക്കിൾ ഓഫീസ്. അതിലെന്താ വിഷയം എന്ന് വെച്ചാല് വിശദീകരിക്കുക. അതായത് ബാങ്ക് കോടതി ചോദിച്ചു 30 ലക്ഷം രൂപയാണ് പറയുന്നത്. 28 ലക്ഷം മുതൽ 30 ലക്ഷം വരെ. അപ്പോ ആ 30 അത് 3 മാസം ഞങ്ങൾ സമയം ചോദിച്ചപ്പോൾ 3 മാസത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞില്ല എങ്കിൽ
30 ലക്ഷം രൂപ വിലമതിക്കാവുന്ന ഭൂമി അളന്നെടുക്കാം. ഞങ്ങൾ മുന്നോട്ട് വെച്ചു 7 ലക്ഷം മുതൽ 8 ലക്ഷം വരെ ഒരു സെന്റ് ഭൂമിക്ക് ശരാശരിയുടെ വിലയുണ്ട്. ബാങ്ക് അത് 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ബാങ്കും പറഞ്ഞു. അങ്ങനെയാണ് 5.25 സെന്റ് ഭൂമി ഈ 3 മാസം പണം അടയ്ക്കാതെ വന്നപ്പോൾ അളന്ന് തിട്ടപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് ഇവരുമായൊരു സംസാരിച്ചു, നിങ്ങൾ ഈ പണം എപ്പോൾ അടയ്ക്കുന്നവോ ഈ ഭൂമി നിങ്ങൾക്ക് തിരിച്ചു തരാം. അങ്ങനെയാണ് ഇവരതിന് പുറമെ 10 ലക്ഷം രൂപ ബാങ്കിലോ കോടതിയിലോ ഇവർ കൊടുക്കുന്നത്. ബാങ്കിൽ അടച്ചു, ബാക്കി 20 ലക്ഷം രൂപ തരാം, അപ്പൊ ഈ ഭൂമി തിരിച്ചു ഇവർക്ക് കൊടുക്കാം. കാരണം ബാങ്കിന് അവിടെ പണിയണമെങ്കിൽ ഹൈവേയുടെ 3 മീറ്റർ ഉള്ളിലേക്ക് വലിച്ചിട്ടിട്ട് വേണം ബിൽഡിംഗ് പണിയാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം എന്ന് ബാങ്ക് ഇവരോട് വാക്കാല് പറയുകയും അങ്ങനെയാണ് ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് 7 വർഷമായി. അപ്പൊ ഞങ്ങളോടൊക്കെ ധാരണ ഇവരത് പരിഹരിച്ചിട്ടുണ്ടാവും എന്നാണ്. അതുകൊണ്ടാണ് ഇവർ കോടതിയെ സമീപിക്കാതിരുന്നത്. കോടതിയെ സമീപിക്കാതിരുന്നതിന്റെ കാരണം ഒത്തുതീർപ്പ് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അവർ കോടതിയെ സമീപിക്കാതിരുന്നത്. പുതുക്കാട് ബ്രാഞ്ചിൽ ചോദിച്ചാൽ അവർ പറയും എറണാകുളം ബ്രാഞ്ചിൽ അറിയണമെന്ന് പറയും. എറണാകുളം ബ്രാഞ്ചിൽ ചോദിച്ചാൽ പറയും കോടതിയിൽ ഓൾറെഡി പെറ്റീഷൻ ഉണ്ട് കോടതിയിൽ. അപ്പൊ ഇനി നമ്മൾ കോടതിയിൽ അന്വേഷിച്ച ബാങ്കുകാർ പറയും അതിൽ ഇനി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യാനുണ്ട്? 17.25 സെന്റ് ഞങ്ങൾക്ക് തിരിച്ച് ഈ 4 അതിര് പ്രകാരം തിരിച്ചു തരേണ്ട കാര്യത്തിലാണ് ബാങ്കുകാർ ഇത്രയും അനാവസ്ഥ കാണിക്കുക. അതായത് അവര് ആ ഭൂമി അവർക്ക് താല്പര്യമുള്ള വ്യക്തികൾക്ക് കുറച്ച് കൊടുത്തതാണ്. ഇനി ആ കള്ളത്തരങ്ങളെല്ലാം പുറത്തേക്ക് വരും. ആ വരുന്നത് തടയാനാണ് ഒരു സമയം ഇങ്ങനെ നീട്ടി പോണത്. ഇനി ഇത് പൊതുസമൂഹം അറിയാതെ പറ്റില്ല. നാളെ ആയാലും ഒരു വ്യക്തി ഒരു ബാങ്കിൽ ഒരു വസ്തു പണയം വെച്ച് അവർ പൊസഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയുടെ ഉത്തരവാദിത്വം ആ ബാങ്കിനുള്ളതാണ്. അവർക്ക് തോന്നിയ മാതിരി അവരിങ്ങനെ പുറമെയുള്ള വ്യക്തികൾക്ക് കുറച്ച് മുറിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് ഉറപ്പാണ് നമ്മളൊരു സ്ഥലത്തൊരു സ്ഥാപനത്തിൽ നമ്മുടെ ഭൂമി പണയം വെച്ചാൽ നമുക്ക് കിട്ടുന്നത്? അപ്പൊ നാളത്തെ പരിപാടിയിൽ എല്ലാവരും നിങ്ങളെ പ്രതീതി പങ്കെടുക്കണം.